നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കിയ കാർണിവൽ ലിമോസിൻ വാഹനത്തിനുള്ളിലാണ്. വണ്ടി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ലക്ഷറി എന്ന് പറഞ്ഞാൽ ഫുൾ ലക്ഷറിയാണ്. അതെ, വിത്ത് നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്, അതൊക്കെ പറയാം. അതിനൊക്കെ മുമ്പ് നമുക്ക് ജസ്റ്റ് വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് വായിക്കാം. അപ്പോൾ വാഹനം വെച്ചാൽ 2020 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ എത്രയാണെന്ന് കാണിച്ചു തരാം, എത്ര ഓടിയെന്ന് കാണിച്ചു തരാം. കൂടാതെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ എടുത്ത് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ സ്ലൈഡിങ് ഡോർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ നമുക്കിത് ഇവിടെ ആങ്കിൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ പുഷ് ബാക്ക് തന്നെ ഫുള്ളായിട്ട് നമുക്ക് പുഷ് ബാക്ക് ചെയ്ത് സുഖമായിട്ട് ഇങ്ങനെ കിടന്നൊക്കെ യാത്ര ചെയ്യാം. കൂടാതെ 2 സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ലിമോസിൻ എന്ന് പറയുമ്പോൾ തന്നെ മൾട്ടി സീറ്റ്സ് നമുക്കറിയാം. ബാക്കിൽ നമുക്കൊരു 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇവിടെ ക്യാപ്റ്റൻ സീറ്റ്സാണ് വന്നേക്കണം. അതുകൂടാതെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടും സൈഡൊക്കെ കാണിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ വണ്ടി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് HR രജിസ്ട്രേഷനിലാണ് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റാണ്. അത് നമുക്ക് കേരളത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് എക്സ്ട്രാ ഉള്ള ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രയൊക്കെയാണ് എന്ന് അറിയാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജോ ടെക്സ്റ്റോ അയച്ചേക്കാം, റിപ്ലൈ കാര്യങ്ങൾ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കിയ കാർണിവൽ ലിമോസിൻ ഫുള്ള് കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റ് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാൻ പോണ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ കിയ കാർണിവലിൻ്റെ ലിമോസിനാണ്. ലിമോസിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതൊരു ലക്ഷറി കാറ്റഗറിയിൽ പെടുന്ന വണ്ടിയായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ടാവും എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ സംഭവം ഒട്ടും കുറയ്ക്കാതെ തന്നെയാണ് ഈ വാഹനം വന്നേക്കണം. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. കൂടാതെ തന്നെ ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റി നിൽക്കുന്ന ബോഡി ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ, വണ്ടി നല്ല നീറ്റായിട്ടിരിക്കുന്ന എക്സ്റ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലോ, നല്ല കലക്കം വണ്ടി, ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ വേറെ ലക്ഷറീസിൻ്റെ നമുക്ക് പറ്റാവുന്ന റേറ്റിൽ നമുക്കൊരു ലക്ഷറി വാഹനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം കേട്ടോ. പറ്റാവുന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ലെവലല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ബാക്കിയുള്ള കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇതൊരു ഇന്നോവ ക്രിസ്റ്റ ഹൈക്രോസിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ വാഹനം സ്വന്തമാക്കാം കേട്ടോ. ഇഷ്ടം പോലെ സ്പേസും അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്കിനി ഓരോ ഭാഗങ്ങളിലേക്കൊന്ന് നോക്കാം. ഇതാണ് വീലാർസ് വന്നേക്കണം. നല്ല ക്വാളിറ്റി നിൽക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ഗ്ലാസ് നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഗ്ലാസ് നമുക്കിവിടെ കാണാൻ പറ്റും. ലിഡിലേക്ക് വരാം. ലിഡായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാമ്പ് നോക്കാം. ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് കിട്ടുന്നുണ്ട്. ഗ്രില്ലൊക്കെ നല്ല നീറ്റായിട്ട് ഗ്രില്ല് കിട്ടുന്നുണ്ട്. താഴെ ഫോഗ് ലാമ്പ്സും ബമ്പേഴ്സൊക്കെ നമുക്കിവിടെ നോക്കാം. കേട്ടോ, ഇവിടെയും ലാമ്പ് ഓക്കെ ആയിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. നീറ്റടിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് 2 ഡോറ് നോക്കാം. 2 ഡോറായാലും നല്ല നീറ്റടിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. ഇത് സ്ലൈഡിങ് ഡോർസാണ്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നീറ്റടിക്കുന്ന വീലാർസും ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടയേഴ്സും കിട്ടുന്നുണ്ട്. സൈഡ് പോർഷൻ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരാം. വിൻഷീൽഡൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫൊക്കെ നോക്കാം. ഇവിടെ കിയയുടെ ആ ഒരു ലോഗോ കിട്ടുന്നുണ്ട്. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് കിട്ടുന്നുണ്ട്. താഴെയുള്ള ബമ്പേഴ്സും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഈ 2 ഡോറ് നോക്കാം. 2 ഡോറും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചിപ്പെടാം. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ കിട്ടുന്നുണ്ട്. സീറ്റ്സൊക്കെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന കമ്പനി സ്റ്റോക്ക് സീറ്റ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡ് നീറ്റായിട്ടിരിക്കുന്നു. ബാക്കിയുള്ള കൺട്രോൾ ബട്ടൺസ്, സ്റ്റാർട്ട് ബട്ടൺ, കൺട്രോൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ മോഡ്സ് കാണാൻ പറ്റും. പിന്നെ സീറ്റ് വെൻറ്റിലേഷൻ്റെ ബട്ടൺ, പിന്നെ മ്യൂസിക് ബട്ടൺ, അതേപോലെ തന്നെ എയർ സർക്കുലേഷൻ്റെ ബട്ടൺ, എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ ഉണ്ട്. ബ്രോഡായിട്ട് നിൽക്കുന്ന ഹാംറെസ്റ്റ് കാണാൻ പറ്റും. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 സൺറൂഫ് ഉണ്ട് വാഹനത്തിന്. മിഡിൽ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലക്ഷറി സീറ്റ്സ് കിട്ടുന്നുണ്ട്. കണ്ടോ, അതേപോലെ തന്നെ നമുക്കിനി വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സ് 48,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഡോർസ് ഞാൻ സ്ലൈഡിങ് ഡോർസാണെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ വാഹനം കണ്ടോ നല്ല സ്മൂത്തായിട്ട് സ്ലൈഡായി പോകുന്നുണ്ട്.
ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ടോ, ഇവിടെ ഈ സീറ്റ്സിൽ നമുക്ക് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിനി തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മിഡിലെ സീറ്റ്സൊക്കെ നോക്കാം. എയർ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബാക്കിയുള്ള കൺട്രോൾസ് കിട്ടുന്നുണ്ട്. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തേർഡ് റോ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് റോയിൽ 3 പേർക്ക് നമുക്ക് ലാവിഷായിട്ട് ഇരിക്കാം കേട്ടോ. അതുകൂടി ഇവിടെ എടുത്ത് പറയുകയാണ്. പിന്നെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ. നല്ലൊരു ലക്ഷറിയസ് വാഹനം കാണുന്ന ഫീൽ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തേർഡ് റോയിൽ നമുക്ക് AC വെൻ്റൊക്കെ അപ്പിലാണ് തന്നെ, അവിടെ നമുക്കിവിടെ നോക്കാം. ഓക്കെ. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ നമുക്ക് റെസ്റ്റൊക്കെ ചെയ്ത് ഇവിടെ മോണിറ്ററൊക്കെ ഉണ്ട്. ചെറിയ ഒരു സ്ക്രീനൊക്കെ മൂവീസൊക്കെ ഉണ്ട്, നമുക്ക് തന്നെ പോകാൻ പറ്റിയ ആ ഒരു സംഭവം കൂടി ഈ വാഹനം തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാൻ പോകുന്നത്. പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവങ്ങൾ പോയിക്കോളും. ഓക്കെ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അപ്പോൾ ബൂട്ട് സ്പേസ് അതിവിശാലമായിട്ടുള്ള ബൂട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് അതിവിശാലമല്ല. ഇവിടെ നമുക്ക് സീറ്റ്സ് ഡൗൺ ചെയ്തിട്ടൊക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒന്ന് പവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റ്സ് അപ്പ് ചെയ്താം. അപ്പോൾ തൽക്കാലം നമുക്കിത് ഡൗൺ ആക്കി തന്നെ ഇടാം. അതേപോലെ തന്നെ ഈ സീറ്റ്സ് നമുക്ക് പൊക്കാൻ പറ്റും. പിന്നെ സീറ്റ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസാണ് ഇവിടെ കണ്ടോ. ഇത്രയും സ്പേസ് നമുക്ക് വാഹനം തരുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് കേട്ടോ. ലിഡിലേക്ക് പോകാം. ലിഡായാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിഡും നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കിയ കാർണിവൽ ലിമോസിൻ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2020 ഇതിൻ്റെ മോഡൽ വന്നേക്കണേ. ലിമോസിൻ എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷറിയസ് വാഹനമാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കണൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇത്രയും വലിയ ലക്ഷറിയസ് വാഹനത്തിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി അത് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആയിട്ട് എനിക്ക് തോന്നണം. എത്രയാണ് ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27 lakhs മാത്രമേ ഉള്ളൂ. 27 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അതർ സ്റ്റേറ്റ് വാഹനമാണ്. കേരളത്തിലേക്ക് മാറ്റാൻ താല്പര്യമുള്ളവർക്ക് ഷോറൂമിൽ തന്നെ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ തരും. അതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും. എത്രയൊക്കെയാണ് ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ലിമോസിൻ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.